പ്രണയം ശരിക്കും പ്രണയം കൂടിയ സ്കൂളിൽ പഠിക്കുന്ന കാലത്തിന് പിന്നെ കോളേജിൽ വരുന്ന കാലത്ത് അങ്ങനെ ഒരു പ്രണയത്തിനൊരു ഹൈപ്പ് മാറി മാറി വന്നിട്ടില്ലേ? ഇല്ല, ഞാൻ എന്താന്ന് വെച്ചാൽ ബേസിക്കലി ഭയങ്കര സൈലന്റ് നേച്ചറാണ് പണ്ട് മുതൽ. ഇപ്പോഴും ഞാനിപ്പോൾ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഒരു 4 വർഷം ബോംബെയിൽ വർക്ക് ചെയ്യുന്നല്ലോ. ആ സമയത്താണ് കുറച്ച് ആൾക്കാരായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, പ്രത്യേകിച്ച് പെൺപിള്ളേരൊക്കെ സംസാരിക്കാൻ ഭയങ്കര പേടിയും ധൈര്യക്കുറവൊക്കെ ഉണ്ടായിരുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ ആരോടെങ്കിലും തോന്നിയാൽ പോലും ഞാൻ പോയി പറയില്ല. ഓക്കെ, അവിടെ അങ്ങ് വിടും, നോക്കും അത്രേ ഉള്ളൂ. അതിനുള്ള ധൈര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞ പോലെ സിനിമയിലും കൂടെ വന്നതും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അതിന് ശേഷമാണ് കുറച്ചുകൂടെ ആൾക്കാരായിട്ട് പ്രണയിക്കാനല്ല, സംസാരിക്കാൻ പോലും തുടങ്ങിയത്, ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേജിൽ കയറി നിൽക്കാനൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പണ്ടൊക്കെ. ഒരിക്കലും ഞാൻ സ്റ്റേജിൽ കയറുകയോ അങ്ങനത്തെ പരിപാടിക്ക് പോവുകയോ ചെയ്യാറില്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ ആൾക്കാരായിട്ട് ഇപ്പോഴും പഠിച്ചത് കൊണ്ട് ഇനിയിപ്പം പ്രണയിക്കാനുള്ള സമയമില്ല. ഇനി സമയങ്ങളുണ്ട്. പ്രണയം എപ്പോഴും വേണമല്ലോ നമ്മുടെ ജീവിതത്തിൽ. എപ്പോഴും സിനിമയോടാണ് സിനിമ അല്ല, എന്തിനാണെങ്കിലും ഒരു പ്രണയം നമുക്ക് വേണമല്ലോ. സിനിമകളാകാം, എന്തിനും നമുക്ക് പ്രണയിച്ചോണ്ട് നമ്മൾ എപ്പോഴും സിനിമയെ പ്രണയിച്ചെന്ന് അഭിനയിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതാണല്ലോ സിനിമയിലുള്ള പ്രണയം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ അല്ലേ? പിന്നെ പ്രേമലു കഴിഞ്ഞതിന് ശേഷം പ്രണയം കൂടിയോ? പ്രണയം ആക്ച്വലി പ്രേമലുവിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം, പ്രോപ്പറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ റിലീസ് കല്യാണത്തിന് ശേഷം ആയതുകൊണ്ട് എല്ലാ ക്രെഡിറ്റ്സും അവൾക്ക് പോയി. എല്ലാവരും പറയല്ലോ വന്ന പെണ്ണിന്റെ ഭാഗ്യം. അത് അത്രയും നാളത്തെ 5 വർഷത്തെ നമ്മളുടെ കഷ്ടപ്പാട് മാറി എന്നുള്ളത് വെച്ചാൽ ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങള് ഒരു 3 വർഷത്തോളം അല്ല, അതെനിക്ക് അത്ര ഹാപ്പി അല്ല, ഞാൻ കഷ്ടപ്പെട്ട് ക്രെഡിറ്റ് പോകാന്ന് പറഞ്ഞു. പക്ഷെ ഒരു 3 വർഷം ഞങ്ങള് റിലേഷൻഷിപ്പിലായിരുന്നു. അത് ഒരു ഈ പറഞ്ഞ പോലെ 3-ാം ദിവസം പ്രപ്പോസ് ചെയ്തു, 10-ാം ദിവസം വീട്ടിൽ പറഞ്ഞു, അവര് സമ്മതിച്ചു. 3 വർഷത്തേക്ക് പക്ഷെ ഞങ്ങളുടെ ഒരു സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് ഒരു സമയം എടുത്തെന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 3 വർഷത്തിന് ശേഷം ഭയങ്കര ഹാപ്പി ആയിട്ട് 2 വീട്ടുകാരുടെ ഇതിൽ കല്യാണം നടന്നു. ഇപ്പോൾ അവള് വന്നതിന് ശേഷം സംഭവ എല്ലാം ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ ആവട്ടെ, ഉണ്ടാവണോ? ഓരോ സ്റ്റേജിലും അടുത്തടുത്തത് കിട്ടി ഇങ്ങനെ നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സിറ്റുവേഷൻസിലും ഇപ്പൊ അതിനിടയിൽ വരുന്ന ഫോളുകളുണ്ട് നമുക്ക്. ഇപ്പോ ആക്സിഡന്റ് അങ്ങനെ ഒരു കാര്യമായിരുന്നു, പക്ഷെ ആ സമയത്തും കൂടെ ഉണ്ടായിരുന്നത് ഫാമിലി തന്നെയാണ്. അച്ഛനമ്മ അവളായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മളെ ടേക്ക് കെയർ ചെയ്തിരുന്നത്. അപ്പോൾ നല്ലത് വരുമ്പോഴും മോശം വരുമ്പോഴും അവർ കൂടെ ഉണ്ട്. ഈ കഴിഞ്ഞ 3 വർഷത്തിലും റിലേഷൻഷിപ്പിന്റെ സമയത്ത് നമ്മൾക്ക് ഫെയിലിയേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ നമ്മളെ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്തിട്ടുള്ളതും ഒക്കെയാണ് പരിപാടി. അവള് ഇങ്ങനെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യാനൊന്നും അറിയില്ല, പക്ഷെ എല്ലാം കേട്ടിരുന്നിട്ട് സാരില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഹാപ്പിയാണ്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതായിരുന്നു മുമ്പോട്ടുള്ള ഡ്രൈവിംഗ് ഫോഴ്സ്. ഇപ്പോഴും ഉണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ 1 മാസം ആള് ലീവൊക്കെ എടുത്ത്, 1 മാസമല്ല, 1 മാസം ലീവ് എടുത്ത് എൻ്റെ കൂടെ വീട്ടിൽ തന്നെ ഫുൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഷൂട്ടായിരുന്നു. അപ്പോൾ ഷൂട്ടിൻ്റെ സമയത്തും ലീവ് എടുത്തു. അപ്പോൾ നമ്മൾ നമ്മുടെ കരിയറൊക്കെ മാറ്റി വെച്ചിട്ട്, നമ്മുടെ പാഷനൊക്കെ മാറ്റി വെച്ച് നമ്മളൊരാളുടെ ഇഷ്ടം കൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അവളത് ചെയ്തു. അത് ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഫാമിലിയും അച്ഛനും അമ്മയും അതുപോലെ തന്നെയാണ്. അവർക്കും ചെറുപ്പം തുടങ്ങി ഞാൻ ഒറ്റ മോന, ഭയങ്കര കാര്യം. എല്ലാ കാര്യത്തിലും നമ്മൾക്ക് ഓരോ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഓരോ സമ്മാനം കിട്ടുമ്പോഴും ഭയങ്കര ഹാപ്പിയാണ് അവർ. അപ്പോൾ അച്ഛനും ഫിലിമിലൊക്കെ ആയിരുന്നു. അച്ഛൻ അസിസ്റ്റന്റ് ക്യാമറാമാൻ ആയിരുന്നു. അപ്പം അച്ഛന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയതും അല്ലെങ്കിൽ അച്ഛൻ്റെ ബാക്കി എക്സ്റ്റൻഷനൊക്കെ എന്നിലൂടെ കംപ്ലീറ്റ് ആവുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് അച്ഛൻ ഭയങ്കര ഇമോഷണലായിട്ട് 2 അടിച്ചാലൊക്കെ മാത്രമേ ഇമോഷണൽ ആവാറുള്ളതാണ്. ഭയങ്കര നോർമലി ഒരു ദിവസം രാവിലെ വന്ന് നിന്നിട്ട് എൻ്റെ അടുത്ത് ഇമോഷണലായിട്ട് സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ഈ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫാമിലി ഭയങ്കര സമാധാനമാണ്. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും നമ്മുടെ ഒരു വിജയത്തിന്റെ പിന്നിൽ ഫാമിലി ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്താനും എങ്ങോട്ട് പോകാനും ഒരു ധൈര്യം ആണല്ലോ. ആ വൈഫും അച്ഛനും അമ്മയും ഒറ്റ മോൻ. അച്ഛൻ്റെ ഉപദേശമൊക്കെ ചോദിക്കാറുണ്ടോ? അച്ഛനെ ആക്ച്വലി ഭയങ്കര ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് ഞങ്ങൾ ഭയങ്കര തമാശ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണേടികളും പരിപാടികളും ഒക്കെയാണ്. പക്ഷെ ലിറ്ററലി എനിക്ക് സെറ്റ് കഴിഞ്ഞ് പോരുമ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവാറുണ്ട്, അനിയന്മാരുണ്ടാവാറുണ്ട്. പക്ഷെ ലിറ്ററലി ഒരു ചേട്ടൻ ഫീല് ആദ്യമായിട്ട് എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടുന്നത് അച്ചുവേട്ടനാണ്. കാരണം നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കാൻ, ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത്
നമുക്കൊരു ഒരു ഫുഡ് വാങ്ങിച്ചു തരുന്ന പോലും ചുമ്മാ വാങ്ങിച്ചു തരുന്നതല്ല, ഭയങ്കര സ്നേഹത്തോടെയാണ് വാങ്ങിച്ചു ഇന്നും തരുന്നത്. കൂടെ നമുക്ക് ഫുഡ് മേടിച്ചതില്ലേ? ആണല്ലേ? വലിയോടെ തച്ചിടല്ലേ? അർജുന പേര് അല്ല എനിക്കുണ്ടായ 600 രൂപയുടെ ഫ്രൈഡ് റൈസ്. ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവുമ്പോ അതിന് ശേഷമൊക്കെ ആണെങ്കിൽ നമ്മളുടെ പേഴ്സണൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ചുമ്മാ ചിലപ്പോ വേറൊരു കാര്യം ചോദിക്കാനായിരിക്കും, ഇതിനകത്ത് നമ്മൾ ഈ സംഭവത്തിന് എങ്ങനെ ഒരു ഡൗട്ടൊക്കെ ആയിരിക്കും ചോദിക്കണത്. പക്ഷെ അച്ചുവേട്ടന് ആ ടോട്ടൽ പ്രശ്നത്തിന് ആണോ ഇങ്ങനെ ഒരു പ്രശ്നം അന്ന് നോക്കി അത് ഞാൻ സെറ്റ് ചെയ്ത് അർജുന്റെ പ്രശ്നമായി മാറും അത്. പിന്നെ നമ്മുടെ പ്രശ്നം പ്രശ്നം അർജുന്റെ പ്രശ്നമായി. പിന്നെ പുള്ളിക്കാരനെ ഇൻവോൾവ് ചെയ്ത് എല്ലാവരുടെ കാര്യത്തിലും, ഇപ്പം സംഘുന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മള് ഷൂട്ട് നടക്കുന്ന സമയത്ത് എല്ലാവരുടെ കാര്യത്തിലും ഇൻവോൾവ് ആയി എല്ലാരെയും സെറ്റാക്കുക, വൈബാക്കുക എന്നുള്ളതാണ് അർജുന്റെ മെയിൻ പരിപാടി. പക്ഷെ ഇവിടുത്തെ ഇന്നത്തെ ഇന്റർവ്യൂല് വൈബില്ലാതെ ഇരിക്കണം. ഒന്നാമത് ജലദോഷം ഉണ്ട്, ജലദോഷവും ചെറിയ സൗണ്ടൊക്കെ മാറി. അവിടെ അങ്ങ് ഇരുന്നാ മതി, ബാക്കിയെല്ലാം ഇവര് പറഞ്ഞു. ആക്ഷൻ കൊടുക്ക്. നേരത്തെ പറഞ്ഞത് നമ്മൾ ഇടക്കിടക്ക് അങ്ങനെ കാണിച്ച് ഓരോരുത്തർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റേത് കൂടി പറ. അല്ല, ആ കാര്യത്തില് ഓക്കെയാണ്, ഓക്കെ ആണല്ലോ, അടിപൊളി സൂപ്പറാണ്. അത് നേരത്തെ തൊട്ട് അങ്ങനെ എന്തോ വാങ്ങിച്ചു ഇക്കൊക്കെ ഒന്ന് വാങ്ങിച്ചു തന്നിട്ടൊന്നുമില്ല. മൂട് മേടിച്ചെന്നിട്ടെങ്കിലേ ഉള്ളൂ. ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള കുറച്ചു നേരം കൂടി മുമ്പേ പറഞ്ഞോളൂ. പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളങ്ങനെ നമ്മള് എടുത്തോണ്ടിരുന്ന ചക്കനല്ലേ ഇരിക്കുന്നത് എന്റെ മുമ്പിൽ. അപ്പൊ നമുക്കൊക്കെ അഭിമാനവും സന്തോഷമല്ലേ. ഒരിക്കലും അച്ചു സിനിമയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ആരും. ഒരിക്കലും ആ സിനിമ എന്നുള്ള ഒരു അഭിനയമോഹം എന്നുള്ള ഒരു സ്വാതന്ത്ര്യമായിരുന്നതാണോ എനിക്കിപ്പോഴും ഓർക്കണം. ഓർക്കിട്ടെന്ന് സിനിമ കഴിഞ്ഞിട്ട് പോലും പിന്നെയും വേണ്ടെന്ന് പറഞ്ഞ ആളാണ് അല്ലേ, ചെറുതായിട്ട്. അതെ 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 അതെ. അത് കഴിഞ്ഞിട്ടാണ്, അതാണ് ഒരേ കഴിവാണല്ലോ ഓരോ ആളുകളുടെയും കഴിവുകൾ. എവിടെ മറിച്ചിരുന്നാലും ആ കഴിവ് പുറത്തേക്ക് വരും, ഉറപ്പാണ്. അത് ഇപ്പോൾ കഴിഞ്ഞ പല ഇന്റർവ്യൂവിലും നമ്മൾ ഇരുന്നിട്ടുണ്ട്. ആദ്യത്തിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ നല്ല സ്റ്റഡി ആയിട്ടാണ് വരുന്നത്. എന്ത് പറയാനും തയ്യാറായിട്ടാണ് ഇപ്പോൾ രംഗത്തെത്തുന്നതെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. ഇതല്ല, ഇവരുടെ കൂടെ ഇരുന്ന് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഭയങ്കര ഈസിയാണ്. അല്ല, നമ്മൾ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പം ഇരിക്കുമ്പോൾ ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും. മൈക്ക് വരുമ്പോൾ ഒന്ന് പിന്നോട്ടും പോകും. ആ സ്റ്റേജിൽ കാരണം കുറച്ച് പേടി എപ്പോഴും ഒന്ന് പിന്നോട്ട് പോകും. അല്ലേ? അതെ 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 അതെ. എന്താണ് അങ്ങനെ? അല്ല, അതങ്ങനെയല്ല. സ്റ്റേജിൽ കയറി ശീലമില്ല അങ്ങനെ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ തന്നെ സ്റ്റേജ് കയറുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാവും. ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്, പ്രശ്നമില്ല. പക്ഷെ തന്നെ കയറുന്ന പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട്. ഇത്രയും ക്രൗഡ് കാണുമ്പോൾ നമ്മളൊന്ന് അയ്യോ എൻ്റെ അമ്മ. പക്ഷെ അല്ല, ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ ഇപ്പൊ ഇവരുടെയൊക്കെ കൂടെ കൊടുക്കുമ്പോൾ ഭയങ്കര ഈസിയാ, ഫ്രീയാ. നമുക്ക് സംസാരിക്കാം, നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ അങ്ങ് സംസാരിച്ചാൽ മതിയല്ലോ. സംസാരിച്ച് പോയാൽ മതി. ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും പറയാം, അതിനകത്ത് കയറി ഒന്ന് പിടിച്ചാൽ അതെ അതെ അല്ലേ? അബദ്ധത്തിൽ നമ്മൾ എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് കിട്ടും, ഉറപ്പായിട്ടും. ഇല്ലെങ്കിൽ കിട്ടാതെ പോകും അല്ലേ? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.